ദക്ഷിണ ലബാനിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട്. ഈ മാസം ആദ്യമുണ്ടായ ആക്രമണങ്ങളിൽ സിവിലിയന്മാരെ അപകടത്തിലാക്കുന്ന രീതിയിൽ മാരകമായ രാസായുധം ഉപയോഗിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടന വ്യക്തമാക്കി. തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ദക്ഷിണ ലബാനിലെ യഹ്മൂർ ഗ്രാമത്തിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ പതിക്കുന്നതിന്റെ 7 ചിത്രങ്ങൾ തങ്ങൾ സ്ഥിരീകരിച്ചതായി സംഘടന അറിയിച്ചു. മാർച്ച് 3-നുണ്ടായ ഈ ആക്രമണത്തിൽ 2 വീടുകൾക്ക് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ജനവാസ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം നിയമവിരുദ്ധമായി വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഇത് സിവിലിയന്മാർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും HRW ലബനാൻ ഗവേഷകൻ റംസി ഗൈസ് പറഞ്ഞു. വൈറ്റ് ഫോസ്ഫറസ് ശരീരത്തിൽ തട്ടിയാൽ മാരകമായ പൊള്ളലിനും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം കത്തുന്ന ഈ രാസവസ്തു വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക നിയമം അനുസരിച്ച് ജനസാന്ദ്രതയുള്ള ഇടങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് യുദ്ധ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.